ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള 7ാമത്തെ വീഡിയോയാണ്. 16ാം അധ്യായത്തിന്റെ 2ാമത്തെ വീഡിയോയും. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പറിലേക്ക് 500 രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുന്ന വാട്സപ്പ് നമ്പരും അയച്ചു തരേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം: അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അപ്പോൾ അവൾ അവനോട് ചോദിച്ചത് എന്ത്? നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? 2. നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ദലീല സാംസനോട് ചോദിച്ചത്. ഹൃദയം. 3. നിന്റെ ഹൃദയം ഡാഷ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ന്യായാധിപന്മാർ 16:15 പ്രകാരം പൂരിപ്പിക്കുക. എന്നോട് കൂടെയല്ലെങ്കിൽ. നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന് ചോദിച്ചതിന് തുടർന്ന് ദലീല സാംസനോട് പറയുന്നത് എന്ത്? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. 5. എത്ര പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചു എന്നാണ് ദലീല സാംസനോട് പറയുന്നത്? 3 പ്രാവശ്യം. ചോദ്യം 6: ഈ 3 പ്രാവശ്യം നീ എന്നെ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് സാംസനോട് ദലീല പറയുന്നത്? അവഹേളിച്ചിരിക്കുന്നു. 7. ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദലീല പറയുന്നത് എന്ത്? നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. ചോദ്യം 8: നിന്റെ എന്ത് എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീല സാംസനോട് പറയുന്നത്? അജയ്യ ശക്തി. 9: നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ഡാഷ്. ന്യായാധിപന്മാർ 16:16 പ്രകാരം പൂരിപ്പിക്കുക. ദിവസം തോറും നിർബന്ധിച്ചു. 10: അവൾ ഇങ്ങനെ ദിവസം തോറും അവനെ എന്തു ചെയ്തുകൊണ്ടിരുന്നു? നിർബന്ധിച്ചുകൊണ്ടിരുന്നു. 11: ആ അലട്ടൽ അവന് മരണത്തിനു തുല്യമായി. എന്താണ് സാംസന് മരണത്തിനു തുല്യമായ അലട്ടലായി മാറിയത്? നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ അവൾ ദിവസം തോറും നിർബന്ധിച്ചത്. 12: ആ അലട്ടൽ മരണത്തിനു തുല്യമായപ്പോൾ അവൻ ചെയ്തതെന്ത്? രഹസ്യം തുറന്നു പറഞ്ഞു. 13: ആ അലട്ടൽ മരണത്തിനു തുല്യമായപ്പോൾ അവൻ എന്താണ് തുറന്നു പറഞ്ഞത്? രഹസ്യം. 14: ആ അലട്ടൽ മരണത്തിനു തുല്യമായപ്പോൾ അവൻ തുറന്നു പറഞ്ഞ രഹസ്യമെന്ത്? ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 15: എന്ത് തൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറഞ്ഞത്? ക്ഷൗരക്കത്തി. 16: ഞാൻ ദൈവത്തിന് എന്താണ് എന്നാണ് സാംസൺ പറയുന്നത്? നാസീർ വ്രതക്കാരൻ. 17: ഞാൻ ആർക്ക് നാസീർ വ്രതക്കാരനാണെന്നാണ് സാംസൺ പറയുന്നത്? ദൈവത്തിന്. 18: എന്തു ചെയ്താൽ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്നാണ് സാംസൺ ദലീലയോട് ഏറ്റവും അവസാനം പറഞ്ഞത്? മുടി വെട്ടിയാൽ. 19: മുടി വെട്ടിയാൽ എൻ്റെ എന്ത് നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത്? ശക്തി. 20: മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ ആരെപ്പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത്? മറ്റു മനുഷ്യരെ പോലെ. 21: സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ആരെയാണ് വിളിച്ചത്? ഫിലിസ്ത്യരുടെ നേതാക്കളെ. 22: സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞതെന്ത്? ഈ പ്രാവശ്യം കൂടി വരിക,
അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. 23 ഈ പ്രാവശ്യം കൂടി വരിക എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദലീല പറയുന്നത് എന്ത്? അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. 24 അവൻ എന്ത് തന്നോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ച് ദലീല പറഞ്ഞത്? സകല രഹസ്യങ്ങളും. 25 അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞു. 26 അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നുവെന്ന് ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ചെയ്തതെന്ത്? പണവുമായി അവളുടെ അടുത്തെത്തി. 27 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ എന്തുമായാണ് അവളുടെ അടുത്തെത്തിയത്? പണവുമായി. 28 ആരാണ് പണവുമായി അവളുടെ അടുത്തെത്തിയത്? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. 29 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തിയപ്പോൾ ദലീല ചെയ്തതെന്ത്? അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. 30 അവൾ അവനെ എവിടെ കിടത്തിയാണ് ഉറക്കിയത്? മടിയിൽ. അവൾ എന്ന് പറയുമ്പോൾ ദലീല, അവനെ എന്ന് പറയുമ്പോൾ സാംസനെ. 31 അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം ചെയ്തതെന്ത്? ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. ആരെക്കൊണ്ടാണ് അവൾ അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചത്? ഒരാളെ കൊണ്ട്. 33 ദലീല ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ എത്ര മുടിച്ചുരുളുകളാണ് ക്ഷൗരം ചെയ്യിച്ചത്? 7. 34 അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ എന്താണ് ചെയ്തത്? അസഹ്യപ്പെടുത്താൻ തുടങ്ങി. 35 എപ്പോഴാണ് അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയത്? അതായത് ദലീല സാംസനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയത്? അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ച ശേഷം. 36 അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന് സംഭവിച്ചതെന്ത്? അവന്റെ ശക്തി അവനെ വിട്ടുപോയി. 37 എന്താണ് അവനെ സാംസനെ വിട്ടുപോയത്? അവന്റെ ശക്തി. 38 അവന്റെ ശക്തി അവനെ വിട്ടുപോയപ്പോൾ അവൾ അവനോട് പറഞ്ഞതെന്ത്? സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. 39 അവന്റെ ശക്തി അവനെ വിട്ടുപോയപ്പോൾ ആര് നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? ഫിലിസ്ത്യർ. 40 സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു? ഉണർന്നു. 41 ഉറക്കമുണർന്ന അവൻ പറഞ്ഞതെന്ത്? മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. 42 എപ്പോൾ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നാണ് ഉറക്കമുണർന്ന അവൻ പറഞ്ഞത്, മറ്റവസരങ്ങളിൽ എന്ന പോലെ. 43 മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൻ പറയുന്നത് എന്ത്? എന്നെ തന്നെ സ്വതന്ത്രനാക്കും. 44 ആരു തന്നെ വിട്ടുപോയ കാര്യമാണ് അവൻ അറിഞ്ഞില്ല എന്ന് ന്യായാധിപന്മാർ 16:20 പറഞ്ഞിരിക്കുന്നത്? കർത്താവ്. 45 കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിയാതിരുന്നപ്പോൾ ഫിലിസ്ത്യർ ചെയ്തതെന്ത്? അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി, മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. 46 ഫിലിസ്ത്യർ അവനെ പിടിച്ച് എന്താണ് ആദ്യം ചെയ്തത്? കണ്ണ് ചുഴുന്നെടുത്തു. 47 ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത്? ഗാസായിലേക്ക്. 48 ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി? ഓട്ടുചങ്ങല കൊണ്ട്. 49 ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് എവിടെയാക്കി? കാരാഗൃഹത്തിൽ. 50
ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കിയ അവനെ എന്ത് ജോലിയിലാണ് ഏർപ്പെടുത്തിയത്? മാവ് പൊടിക്കുന്ന ജോലിയിൽ. 51 ആരാണ് അവനെ മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തിയത്? ഫിലിസ്തീർ. 52 എവിടെയാണ് അവൻ മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തപ്പെട്ടത്? കാരാഗൃഹത്തിൽ. 53 എന്തിനു ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 16:22 പറഞ്ഞിരിക്കുന്നത്. മുണ്ഡനത്തിനു ശേഷവും. 54 മുണ്ഡനത്തിനു ശേഷവും അവന് സംഭവിച്ചതെന്ത്? അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. 55 ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ശീർഷകം സാംസന്റെ മരണം. 56 ആരാണ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 57 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ. 58 ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവനാര്? ദാഗോൻ. 59 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എങ്ങനെ സന്തോഷിക്കാനാണ് ഒരുമിച്ച് കൂടിയത്? തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച്. 60 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ പറഞ്ഞത് എന്ത്? നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 61 നമ്മുടെ ദേവൻ ആരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ പറഞ്ഞത്? ശത്രുവായ സാംസനെ. 62 അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു. ആരെ കണ്ടപ്പോൾ? സാംസനെ. 63 അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞതെന്ത്? നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. 64 നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതാര്? ജനങ്ങൾ. 65 നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾ ഇത് പറഞ്ഞത് എപ്രകാരം? തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട്. 66 നമ്മുടെ ദേവൻ ആരെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്? ശത്രുവിനെ. 67 നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജനങ്ങൾ പറയുന്നത് എന്തെല്ലാം? അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനാണ്. അവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ശത്രുവായ സാംസനെ കുറിച്ചാണ്. 68 അവൻ നമ്മുടെ എന്ത് നശിപ്പിച്ചവനാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ദേശം. 69 അവൻ നമ്മിൽ അനേകരെ എന്തു ചെയ്തവനുമാണ് എന്നാണ് ജനങ്ങൾ സാംസനെ കുറിച്ച് പറയുന്നത്? കൊന്നവനുമാണ്. 70 സന്തോഷിച്ച് മതിമറന്ന് ജനങ്ങൾ പറഞ്ഞതെന്ത്? നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. 70 നമ്മുടെ മുമ്പിൽ എന്തു കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ എന്നാണ് ജനങ്ങൾ സന്തോഷിച്ച് മതിമറന്ന് പറഞ്ഞത്? അഭ്യാസം കാണിക്കുന്നതിന്. 71 നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ എന്ന് ജനങ്ങൾ സന്തോഷിച്ച് മതിമറന്നു പറഞ്ഞപ്പോൾ അവർ ചെയ്തതെന്ത്? സാംസനെ കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്നു. 72 സാംസനെ അവർ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കാരാഗൃഹത്തിൽ നിന്ന്. 73 അവൻ അവരുടെ മുമ്പിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. ഇവിടെ പറയുന്ന അവൻ, അവർ ആരെല്ലാം? അവൻ സാംസൺ, അവർ ജനങ്ങൾ. 74 അവർ അവനെ നിർത്തിയത് എവിടെ? തൂണുകളുടെ ഇടയിൽ. 75 അവർ തൂണുകളുടെ ഇടയിൽ നിർത്തിയത് ആര്? സാംസനെ. 76 അവർ തൂണുകളുടെ ഇടയിൽ അവനെ നിർത്തിയപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. 77 ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. സാംസൺ ഇത് പറഞ്ഞത് ആരോട്? കൈക്കു പിടിച്ചിരുന്ന ബാലനോട്. 78 സാംസന്റെ കൈക്കു പിടിച്ചിരുന്നത് ആര്? ബാലൻ. 79 എന്തിനു വേണ്ടി കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്നാണ് സാംസൺ കൈക്കു പിടിച്ചിരുന്ന ബാലനോട് പറഞ്ഞത്? ഒന്ന് ചാരി നിൽക്കാൻ. 80 ആരെക്കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്? പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട്.
81 പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്താണ് നിറഞ്ഞിരുന്നത്? കെട്ടിടം. 82 പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. അവിടെ സന്നിഹിതരായിരുന്നതാര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം. 83 ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് എവിടെ? മേൽത്തട്ടിൽ. 84 മേൽത്തട്ടിൽ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് ആര്? ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. 85 ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ മേൽത്തട്ടിൽ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ ആരെ വിളിച്ചാണ് അപേക്ഷിച്ചത്? കർത്താവിനെ. 86 ആരാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്? സാംസൺ. 87 സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചതെന്ത്? ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 88 സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ കർത്താവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ദൈവമായ കർത്താവേ. 89 ദൈവമായ കർത്താവേ, എന്തു ചെയ്യണമേ എന്നാണ് ആദ്യം സാംസൺ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നത്? എന്നെ ഓർക്കണമേ. 90 ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാംസൺ പറയുന്നത് എന്ത്? ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. 91 സാംസൺ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? എന്നെ ശക്തനാക്കണമേ. 92 എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം സാംസൺ പറയുന്നത് എന്ത്? ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. 93 ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. എന്താണ് സാംസൺ കർത്താവിനോട് യാചിക്കുന്നത്? എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 94 എന്തിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നാണ് സാംസൺ കർത്താവിനോട് യാചിക്കുന്നത്? എന്റെ കണ്ണുകളിൽ ഒന്നിന്. 95 എന്റെ കണ്ണുകളിൽ ഒന്നിന് ആരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമെന്നാണ് സാംസൺ കർത്താവിനോട് യാചിക്കുന്നത്? ഫിലിസ്ത്യരോട്. 96 എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണം എന്ന് കർത്താവിനോട് യാചിച്ച ശേഷം സാംസൺ എന്താണ് ചെയ്തത്? കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ പിടിച്ചു. 97 എന്തിലാണ് കെട്ടിടം താങ്ങി നിന്നിരുന്നത്? 2 നെടും തൂണുകളിൽ. 98 കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളിൽ സാംസൺ പിടിച്ച ശേഷം ചെയ്തതെന്ത്? വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വച്ച് അവൻ തള്ളി. 99 വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വച്ച് തള്ളിക്കൊണ്ട് അവൻ പറഞ്ഞതെന്ത്? ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. 100 ആരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്? ഫിലിസ്ത്യരോടുകൂടെ. 101 ഫിലിസ്ത്യരോടുകൂടെ ഞാനും എന്തു ചെയ്യട്ടെ എന്നാണ് അവൻ സാംസൺ പറഞ്ഞത്? മരിക്കട്ടെ. 102 ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ചെയ്തതെന്ത്? സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. 103 സർവശക്തിയും ഉപയോഗിച്ച് അവൻ എന്തു ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ 16:30 പറഞ്ഞിരിക്കുന്നത്? കുനിഞ്ഞു. 104 സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ത്? കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. 105 കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണത് എപ്പോൾ? സർവശക്തിയും ഉപയോഗിച്ച് അവൻ സാംസൺ കുനിഞ്ഞപ്പോൾ. 106 സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞപ്പോൾ കെട്ടിടം ആരുടെയെല്ലാം മേലാണ് വീണത്? കെട്ടിടത്തിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ. 107 മരണസമയത്ത് അവൻ കൊന്നവർ എന്തിനേക്കാൾ അധികമായിരുന്നു? ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ. 108 ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികം ആളുകളെ അവൻ കൊന്നതെപ്പോൾ? മരണസമയത്ത്. 109 ആരെല്ലാം വന്നാണ് സാംസന്റെ ശരീരം കൊണ്ടുപോയത്? സഹോദരന്മാരും കുടുംബക്കാരും. 110 സഹോദരന്മാരും കുടുംബക്കാരും വന്ന് കൊണ്ടുപോയത് എന്ത്? അവന്റെ സാംസന്റെ ശരീരം. 111 സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവന്റെ ശരീരം കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിച്ചത്? സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക്
പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. 112 സാംസന്റെ പിതാവായ മനോവയുടെ ശവകുടീരം എവിടെ? സോറയ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക്. 113 സോറയ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ശവകുടീരം ആരുടേത്? മനോവയുടെ. 115 സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷം? 20 വർഷം. 116 സാംസൺ 20 വർഷം ന്യായപാലനം നടത്തിയത് എവിടെ? ഇസ്രായേലിൽ. 117 ന്യായാധിപന്മാരുടെ പുസ്തകം ഏതെല്ലാം അധ്യായങ്ങളിലാണ് സാംസനെ പറ്റി പ്രതിപാദിക്കുന്നത്? 4 അധ്യായങ്ങളിലാണ്. 13, 14, 15, 16 അധ്യായങ്ങളിൽ. 118 സാംസന്റെ മരണം പ്രതിപാദിക്കുന്ന അധ്യായവും വാക്യവും ന്യായാധിപന്മാർ 16, 30. 119 ന്യായാധിപ പരമ്പരയിലെ അവസാനത്തെ ന്യായാധിപനാര്? സാംസൺ. ഇങ്ങനെ 119 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. 2 ഭാഗങ്ങളാണുള്ളത്. ഇന്ന് ഏപ്രിൽ 1. ഇന്നു മുതൽ 2025 ലോഗോസിന് പഠിക്കാനുള്ള ബൈബിൾ ഭാഗങ്ങളുടെ അനുദിന പഠനം ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് 4 വാക്യങ്ങൾ ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 4 വാക്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6 മാസം 180 ദിവസം കൊണ്ട് 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ വാക്യങ്ങളും കാണാതെ പഠിക്കുക എന്നൊരു ഉദ്യമത്തിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കൃത്യമായി ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിക്കാനുള്ള അനുദിന ബൈബിൾ പഠനം എന്ന പരമ്പര വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും. എല്ലാവരും കൃത്യമായി അത് കാണുക. 1 മിനിറ്റ് ആയിരിക്കും ഓരോ വീഡിയോയുടെയും ദൈർഘ്യം. ദിവസത്തിൽ പലതവണ നിങ്ങളത് ആവർത്തിച്ചു കേൾക്കുക. സ്വാഭാവികമായും നിങ്ങൾക്ക് ആ വാക്യങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്തു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. സ്ക്രീനിൽ കാണുന്ന ആ നമ്പർ തന്നെ ഗൂഗിൾ പേ നമ്പറാണ്. അതിലേക്ക് തന്നെ പൈസ അയച്ചാൽ മതി. എല്ലാവരും നന്നായി പഠിക്കുക. ഇനി 6 മാസമാണ് ലോഗോസ് പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഈ 6 മാസം വളരെ തീക്ഷ്ണമായി ബൈബിൾ പഠിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. ബൈബിൾ പഠനം എന്നത് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം എന്നതിനപ്പുറത്തേക്ക് ബൈബിൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉദ്യമമാണ്. പരമാവധി ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും ഒരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.